Our last topic in this chapter is histogram. Histogram എന്ന് പറയുന്നത് നമ്മുടെ ബാർ പ്ലോട്ടിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ വരുന്നത് എന്നുള്ളത്. ഇനി അതിൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതെല്ലാം കറക്റ്റാണ്. അത് കഴിഞ്ഞ് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നമ്മൾ plt.hist അതിലാണ് നമ്മൾ ഈ വാല്യൂസ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബിൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടൈം ഇൻ്റർവെൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ വാല്യൂസ് നമ്മൾ കൊടുത്ത് ഇവിടെ വെയിറ്റ് ആണ്, അപ്പോൾ ആ വാല്യൂസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എഡ്ജ് കളർ ഈക്വൽ ബ്ലൂ, ഈ ഗ്രാഫിൻ്റെ ഈ അറ്റത്തൊക്കെ ബ്ലൂ കളർ നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇതുപോലെ ലെജൻഡ്, ടൈറ്റിൽ, ഇതെല്ലാം നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഹിസ്റ്റോഗ്രാം, അതേപോലെ തന്നെ ബാർ പ്ലോട്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്ലോട്ട് ചെയ്യണത് ബാർ ഡയഗ്രാം, അതുപോലെ തന്നെ പ്ലോട്ടും നമ്മൾ അങ്ങനെ 3 എണ്ണമാണ് പഠിച്ചത്. പ്ലോട്ട് ചെയ്യുന്നത് ബാർ പ്ലോട്ട്, അതുപോലെ ഹിസ്റ്റോഗ്രാം, ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്വലൈസേഷൻ എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ആർ ഏബിൾ ടു റെപ്രസെൻറ്റ് ദ ഡാറ്റ വിഷ്വലി സോ ദാറ്റ് പീപ്പിൾ വിൽ ബി very comfortable in understanding the concept, as well as a comparison of the data with the past is made very easier.